നമസ്കാരം. അപ്പോൾ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന നടിയുടെ ഉള്ളൊഴുക്ക് എന്നൊരു ചിത്രത്തിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ജിമ്മന്മാരുടെ ഇടപെട്ടൊരു ചെറിയൊരു മാൻപേടയായിരുന്നു ഞാൻ. ഒന്നും പറയണ്ട, അവരുടെ കയ്യിലൊക്കെയാണ് എൻ്റെ തലയിലിരിക്കണത്. വളരെയധികം കഷ്ടപ്പെട്ട് മുൻപിൽ പോയിട്ട് റിവ്യൂ എടുക്കാൻ വേണ്ടി എന്നിട്ട് ഇപ്പോൾ എല്ലാം എടുക്കാൻ പറ്റുമോ? ഇവന്മാരുടെ കൈ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കൈയാണ്. ഒട്ടുക്കത്തെ ജിമ്മല്ല, ഒന്നും പറയാനില്ല. ഒന്ന് കണ്ടോക്ക്. Yes. What do we do? ശരിക്കും പാർവതി തിരുവോത്തിന്റെ പുതിയൊരു സ്റ്റെപ്പാണെന്നുണ്ടാ ഡാൻസിന്റെ സ്റ്റെപ്പ് എന്തായാലും കളിക്കട്ടെ. പക്ഷെ ഞാനൊക്കെ നിന്നിരുന്നേ ഒരു സ്റ്റെപ്പിന്റെ തെല്ലത്താണ്. ഒരു സെക്കൻഡ് പുറകോട്ട് ഞാൻ അപ്പൊ പക്കടിച്ചു വിടും. കുറച്ച് ഒരു ചേച്ചിയായിട്ടുള്ള പെർഫോമൻസ്. ചേച്ചിയായിട്ടുള്ള പെർഫോമൻസ് എനിക്ക് അത് തന്നെയാണ് എനിക്കൊരു നാഷണൽ അവാർഡ് ഒക്കെ പോലെ. എന്ത് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്? ഉർവശി ചേച്ചിയുടെ അഭിനയം എങ്ങനെയുണ്ടെന്ന്. എന്റെ പൊന്നെ, അത് ഏറ്റവും വലിയ ഭാഗ്യം വിചാരിച്ചാൽ മതി. ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് പുറത്തു വരുന്ന പോലെയാണ്. കോമ്പറ്റീഷനോ എന്തെന്നാ പറയണേ, നമ്മളിങ്ങനെ ഒരു ചെറിയൊരു കുളം നമ്മുടെ ഓഷ്യനുമായിട്ട് ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കണ പോലെയാണ്. നെവർ, നോ കോമ്പറ്റീഷൻ. ഒരുപാട് പഠിക്കാനുണ്ട് ചേച്ചിയുടെ അടുത്ത്. ഇനിയും കുറെ സിനിമകൾ എനിക്ക് ചേച്ചിയുടെ കൂടെ ചെയ്യണം എന്നുള്ള ആക്രാന്തം ഉണ്ട്. അത് മനസ്സിലായി. ശരിക്കും മമ്മൂക്കയെ പോലെ തന്നെ ഓരോ വേഷവും കാത്തിരിക്കുന്ന ആർത്തിയാണെന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയണ്ടായല്ല, അപ്പൊ തന്നെ ഉത്തരം കിട്ടി. ഒന്നും കൂടെ പറയൂ. പിന്നെ ഓഫ് കോഴ്സ് യെസ്, എല്ലാവരുടെയും കൂടെ ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട്. പക്ഷെ ഒരു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് കിട്ടുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ഐ സീ യു. താങ്ക്സ്. എനിബഡി എൽസ്? അപ്പൊ തന്നെ ഇംഗ്ലീഷിൽ ഐ സി യു എന്ന് പറഞ്ഞപ്പോണ്ടല്ല, ഞാൻ പറഞ്ഞേ ഡ്രസ്സൊക്കെ നല്ല സൂപ്പർ ആണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു. എനിബഡി എൽസ് ഹാസ് സം ക്വസ്റ്റ്യൻസ്? ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലിന്റെ അടുത്ത് നിന്നപ്പോൾ ഇത്ര പ്രൊട്ടക്ഷൻ ഇല്ല. എൻ്റെ പൊന്നു, ഉള്ള ജിമ്മന്മാരൊക്കെ കൂടെ നമുക്കൊന്ന് അടുക്കാൻ പറ്റില്ല. അടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് ക്യാമറ പിടിക്കാൻ അത്രയ്ക്ക് പ്രൊട്ടക്ഷൻ, ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളൊഴുക്കെന്ന് പറയുന്ന ചിത്രം പോലെ തന്നെ ജനങ്ങളെ പ്രവാഹമായിരുന്നു. അവരും പാർവതി തിരുവോത്തിനൊപ്പം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങടല്ലേ ഞാൻ മുറുക്കെ പിടിച്ചു. അപ്പൊ ഒരു ജിമ്മനകത്ത് എന്റെ പെട്ടലിക്ക് കൈ പിടിച്ചായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പോവും. അപ്പം ഞാൻ പറയാം, എൻ്റെ പൊന്നിയേട്ട പെട്ടലിമേന്ന് കൈ എടുക്ക്, വെറുതെ ഈ ക്യാമറ വെച്ചൊന്ന് വീഡിയോ എടുത്തോട്ടെ. വീഡിയോ എടുക്കാൻ വന്നാണ് പറഞ്ഞാൽ ഒരു കണക്കിനാണ്. പാർവതി തിരുവോത്ത് അദ്ദേഹത്തിന്റെ വീഡിയോ എടുക്കുമ്പോൾ എന്ത് ഡേഞ്ചറാണെന്ന് അറിയാം.
തള്ളല്ലടാ എനിക്ക് എടുക്കോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പം ആ ഒരു വിഷമത്തിൽ ഞാൻ പാർവതി തിരുവന്ന് പറഞ്ഞാൽ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി പതുക്കെ പോട്ടാ, മെല്ലെ പോട്ടാ, രക്ഷയില്ല. ഓ, അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട്. ശരിക്കും പറഞ്ഞാൽ ജിമ്മന്മാരുടെ ചവിട്ടുകൊണ്ട് ചാവുണ്ടായിരുന്നു. ഷൈ മീഡിയൊക്കെ വെറുതെ ആയിപ്പോയേനെ.